പെരുന്നാൾ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത മലയാളി യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 80ഓളം പേരാണ് 4 ദിവസമായി ദുരിതത്തിലായത്. വിസ കാലാവധി തീർന്നവരും അടിയന്തര ചികിത്സയ്ക്ക് പോകേണ്ടവരും ഇതിൽ ഉൾപ്പെടും. പെരുന്നാളിന് കുടുംബത്തോടൊപ്പം ചേരാമെന്ന പ്രതീക്ഷയിൽ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്തവരാണ് കഴിഞ്ഞ 4 ദിവസമായി ജിദ്ദയിൽ പെരുവഴിയിലായത്. മാർച്ച് 18, 19 തീയതികളിൽ പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റുകൾ പുതിയ സാഹചര്യത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആവുകയായിരുന്നു. 9-ാം തീയതി ഹോട്ടലിൽ വന്നതാണ്, അൽ അസർ ഹോട്ടലിൽ വന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇതുവരെയായിട്ടും ഒരു റെസ്പോൺസ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രമാണ് ഈ ഗാക്കന്റെ അപ്രൂവലിന്റെ വിഷയം. ബാക്കിയുള്ള ഫ്ലൈറ്റുകളെല്ലാം ഓൺ ടൈമിലോട്ട് പോകുന്നുണ്ട്. ഇതോടെ പെരുന്നാൾ ദിനവും കഴിഞ്ഞ് മാർച്ച് 21 യാത്ര അനിശ്ചിതത്തിൽ തുടരുകയാണ്. വിസിറ്റ് വിസയിലെത്തിയവർ, വിസ കാലാവധി തീരുന്നവർ, ചികിത്സക്കായി നാട്ടിലേക്ക് പോകുന്നവർ എന്നിവരെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എയർ ഇന്ത്യ അധികൃതർ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന് യാത്രക്കാരായ പ്രിൻസാദ്, സുബിൻ, ഫവാസ് എന്നിവർ പറഞ്ഞു. ഈ നിമിഷം വരെ എയർ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ട് ഒഫീഷ്യലായിട്ട് ആരും തന്നെ ഈ ഒരു നമ്മുടെ പാസഞ്ചേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ അവർ പുതിയ നാളൊക്കെ 2-3 ഫ്ലൈറ്റ് ഒക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് കാണിക്കും, അവസാന നിമിഷം ക്യാൻസൽ ആയിട്ട് തന്നെ കാണും. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ഒരു അനുഭവം അതാണ്. അതേസമയം കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ട്രാവൽസ് ഏജൻസി പ്രതിനിധികൾ അറിയിച്ചു. കുടുങ്ങിയ യാത്രക്കാരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia, ഇപ്പോൾ മക്കയിലും.